അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനാപകടത്തിന്റെ നടുക്കത്തിൽ രാജ്യം. ലണ്ടനിലേക്ക് 242 പേരുമായി പറന്നു പൊങ്ങുന്നതിനിടയിലാണ് ജനവാസ കേന്ദ്രത്തിലേക്ക് വിമാനം വീണ് തീഗോളമായത്. കോഴിക്കോടും മംഗലാപുരവും അടക്കം ചുരുങ്ങിയ വർഷങ്ങൾക്കിടയിൽ രാജ്യത്തെ നടുക്കിയ മൂന്നാമത്തെ എയർ ഇന്ത്യ അപകടമാണിത്. മികവിൽ മുന്നിട്ട് നിൽക്കുന്ന ബോയിങ് 787 ഡ്രീം ലൈനർ അപകടത്തിൽപ്പെടുന്നത് ആദ്യം. ടാറ്റ ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ എയർ ഇന്ത്യ അപകടം. സാങ്കേതിക തകരാറോ പക്ഷിയോ കാരണം വ്യക്തമായിട്ടില്ല. മിഡിൽ ഈസ്റ്റിന് മുകളിൽ സംഘർഷമേഘങ്ങൾ. ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ലക്ഷ്യമാക്കിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഈ മേഖലയിലെ വിവിധ രാജ്യങ്ങളിൽ സേനാംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും എണ്ണം അമേരിക്ക കുറയ്ക്കുന്നതിൽ വ്യക്തമായ ചില സൂചനകൾ. ഏതൊരു പ്രകോപനത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. സംഘർഷ പശ്ചാത്തലത്തിൽ ഓഹരി വിപണികൾ ഇടിവിൽ. 2 ആഴ്ചക്കകം ഏകപക്ഷീയമായി താരിഫ് നിശ്ചയിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം സൃഷ്ടിച്ച അനിശ്ചിതത്വവും വിപണിയിൽ പ്രതിഫലിച്ചു. UPI ഇടപാടുകൾക്ക് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന പേരിൽ ചാർജ് ഈടാക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. ഇതേ തുടർന്ന് പേടിഎം ഓഹരികളിൽ 10% ഇടിവ്. വ്യാപാരികൾ സമാശ്വാസത്തിൽ. നിഷ്ക്രിയ അക്കൗണ്ടും ക്ലെയിം ചെയ്യാത്ത നിക്ഷേപവും ഇനി എളുപ്പത്തിൽ സജീവമാക്കാം. വീഡിയോ വഴി KYC അപ്ഡേഷൻ അടക്കം മുതിർന്ന പൗരന്മാർക്കും പ്രവാസികൾക്കും കൂടുതൽ പ്രയോജനകരമായ മാർഗനിർദ്ദേശങ്ങൾ റിസർവ് ബാങ്ക് പുറത്തിറക്കി. വിദേശത്തേക്ക് പണം അയച്ച് അവിടെ അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നതിന് നിയന്ത്രണം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.